എന്താ ഇത് മാഷെ? എന്നുണ്ട് വല്ലതും അറിയണുണ്ടാ? എന്തായാലും ഈ ഫോണിൽ കുത്തി കളിച്ചിട്ട് ഒരു കാര്യമില്ല. വികസനം അറിയണം. ഞങ്ങളുടെ സീ പ്ലെയിൻ ഇറക്കിയത് അറിഞ്ഞാ? അത് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മച്ചൻ സാറ് മറ്റേ പുന്നമടയിൽ ഇറക്കിയതല്ലായിരുന്നു? നിങ്ങളല്ലേ മറ്റേ പാണമ്പള്ളത്തേക്ക് ചെവിക്കല്ല് കൂട്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് സമരം ഉണ്ടാക്കിയത്? ഉമ്മച്ചൻ സാറ് ചെയ്ത നല്ല കാര്യം തന്നെ. പക്ഷേ ഉണ്ടല്ലോ, പരിസ്ഥിതിയായിട്ട് ഒന്നും പഠിക്കാതെയാണ് അവർ ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാർ അങ്ങനെ ചെയ്തതല്ല. മനസ്സിലായില്ലായിരുന്നല്ലേ? ഇതിപ്പോൾ പഠിച്ച് അതാ പറഞ്ഞാൽ, ഇതിലും നോക്കി ഏതെങ്കിലും പത്രം വായിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പത്രം വായിച്ചിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ കണ്ടോ? ഞാൻ ഈ TV ചാനലും ഒന്നും അങ്ങനെ കാണാം. മാഷേ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലേ വിദേശത്ത് പോയി പഠിച്ച് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം ഞങ്ങൾ സീ പ്ലെയിൻ ഇറക്കിയത്. എന്താ മറ്റേ പുന്നമടയിലെ പാണമ്പള്ളത്തേക്ക് മാത്രമേ ചെവിയുള്ളൂ? ഇവിടുത്തെ പാണമ്പള്ളത്തേക്കൊന്നും ചെവിയില്ല. പുന്നമടക്കായലിലുള്ള പാണമ്പള്ളത്തി ചെറുങ്ങനെയുള്ള ഹൗസ് ബോട്ടിൻ്റെ ശബ്ദം കേട്ട് മാത്രം ജീവിച്ച പള്ളത്തിയാണ്. എന്നാൽ കൊച്ചിയിൽ അങ്ങനെയല്ല മോനെ. കൊച്ചിയിലെ പാണമ്പള്ളത്തി വലിയ കപ്പലുകൾ വരില്ലേ, അതിൻ്റെ ഹൂങ്കാര ശബ്ദം കേട്ട് ജീവിച്ച പാണമ്പള്ളത്തിയാണ്. ഇതൊന്നും ഈ സീ പ്ലെയിൻ്റെ ശബ്ദമൊന്നും അതിനൊന്നും അല്ല. മനസ്സിലായ? ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടാണ് ഒരു കാര്യം പറയണത്, അല്ലാതെ വെറുതെ എന്ന് പറയണതല്ല. ഇപ്പം നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇത് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് ഉണ്ട്. അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ലേ. നിങ്ങളെപ്പോലുള്ള വികസന വിരോധികളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് സ്റ്റഡി ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. അതിൽ പറഞ്ഞാണ് ഈ കപ്പലിൻ്റെ ഒച്ച കേട്ട് വളർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. പഴയ പുന്നമടക്കായലിൽ എവിടെ കപ്പലുള്ളത്? അത് ശരിയാണ്, പറയാനൊക്കെ ശരിയാണ്. അപ്പൊ നിങ്ങൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കും. ജനറൽ നോളജ് വേണം. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പഠിച്ച് വളർന്നുകൊണ്ടിരിക്കണം. മനസ്സിലായി? അല്ലാതെ ഈ വെറുതെ ഇരുന്ന് പറയണ രീതികൾ നിർത്തി. എന്നിട്ടാണ് നിങ്ങൾ മറ്റേ ലോക ടൂറിസം ദിനത്തിൽ ഇവിടെ ഹർത്താൽ നടത്തിയത്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ലോകത്തേക്ക് പോകുന്നത്? നിങ്ങളൊന്നും മനസ്സിലാക്കണം. കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കുത്തകകൾക്കെതിരാണ് ഞങ്ങളന്ന് ടൂറിസം ദിനത്തിൽ ഹർത്താൽ നടത്തിയത്. അല്ലാതെ ചുമ്മാതൊന്നുമല്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സ്റ്റഡി ക്ലാസ്സിന് വരിക. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പത്രമെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിട്ടാ. വാടാ വനണ്ടാ നീ അങ്ങോട്ട്. ഇന്നിപ്പോൾ ഒരു സ്റ്റഡി ക്ലാസ് ഉണ്ട്. ഇന്നത്തെ ചിലപ്പോൾ സ്റ്റഡി ക്ലാസ് ഞാനായിരിക്കും എടുക്കണം. കാരണം വെച്ചാൽ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. എന്ത് വിഷയമാണ്? സീ പ്ലെയിനിൽ ഇറങ്ങിയാലുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ മറ്റേ റെയിൽവേയുടെ കാര്യം എന്തായി? കണ്ട കന്നാലിക്ക് പോലും പിടിക്കണില്ല. എന്തുകൊണ്ടാ? ഇവിടെ അപ്പക്കച്ചവടമുള്ള ആൾക്കാർക്ക്, അപ്പക്കച്ചവടം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഗുണത്തിന് വന്നപ്പോ നിർത്തി. റെയിൽവേ അപ്പക്കച്ചവടം തമ്മിൽ എന്താ മാഷേ ബന്ധം? അതൊക്കെ ഉണ്ട്. ആൾക്കാർ പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂല, പക്ഷെ ഞങ്ങൾക്ക് നല്ല ഉറപ്പാ അതിനുള്ള ഗുണം കിട്ടും. ഇനിയിപ്പോ ഈ വഴി കൂടെ പറ്റിയില്ലെങ്കിൽ കടലിൽ ഞങ്ങൾ പിണ്ടി അത് കെട്ടിയാണെങ്കിൽ ട്രെയിൻ ഓടിക്കും. കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയാൽ മാത്രം മതി. ഒരാൾക്കും പരിസ്ഥിതിയോ ഒന്നിനും പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്യും. എൻ്റെ പൊന്നെ, ലോകാവസാനം വരെ നിങ്ങൾ തന്നെ ഭരിക്കട്ടെ. തീർച്ചയായിട്ടും ലോകത്തിന് ഞങ്ങൾ ആവശ്യം, കേരളത്തിൽ അധികമായിട്ട് ഉപരി. കാരണം സാധാരണ ജനങ്ങൾക്ക് ഞങ്ങൾ വേണം. എന്ത് കാര്യം ഞങ്ങൾ തീരുമാനിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യണത്. സമയം കളയണ്ട, വിട്ടോ പാർട്ടിക്കാർ. പോട്ടെ, ഇന്ന് അത്യാവശ്യമുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ.